നമ്മളെ എതിർക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് വേണം. പക്ഷേ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നേച്ചറിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതുകൂടാതെ അയാളുടെ ഹയറപ്സിലുള്ള ആൾ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു. ദ കാറ്റഗോറിക്കലി ടോൾഡ് മീ ദാറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല. ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു. ഇപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേ കൺഫേം ദാറ്റ് ഐ മീൻ ഇതുവരെ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതായത് ഒരു ബേസുമില്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആവുന്നത്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ദ എൻറ്റയർ മീഡിയ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. ഇപ്പം എന്നെപ്പോലുള്ള ആൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യിൽ ജേർണലിസ്റ്റിൻ്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നോ പ്രോബ്ലം. പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കും. ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനത്തെ ദയവ് ചെയ്ത് കാണരുത്. ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് സൂട്ട് വന്നിരുന്ന് ഈ വൈകുന്നേരം പറയുന്ന കാര്യങ്ങൾ ഈ സാധാരണ ആളുകൾ, വീട്ടമ്മമാർ, സാധാരണക്കാർ, ജനങ്ങൾ വിശ്വസിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അണിയുന്ന മേലങ്കി അതായതുകൊണ്ടാണ്. നിങ്ങളുടെ കോട്ടിൻ്റെ സൂട്ടിൻ്റെ ഗുണം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാമർ കണ്ടിട്ടല്ല. നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇരുന്നാണ് ഇത് പറയുന്നത്. ഞാനിന്ന് ബാക്കിയുള്ള മീഡിയാസിനോട് എൻ്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റ്, എൻ്റെ വളരെ വിനയപൂർവമായ റിക്വസ്റ്റ് ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ എൻ്റെ കാര്യത്തിൽ എത്രയോ പേരെ നിങ്ങളിങ്ങനെ തേജോവധം ചെയ്യുന്നു. എത്രയോ പേരെ നിങ്ങൾ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ അസംഷൻസും പ്രസംഷൻസിൻ്റെയും നിങ്ങളുടെ താല്പര്യങ്ങളുടെ പേരിലാണ്. ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ്. ഞാൻ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞ നിലവാരത്തിൽ പറയാനാണ് എന്താ പറയേണ്ടതെന്നറിയോ? യു ആർ പെയ്ഡ് ഫോർ ഡൂയിങ് ദിസ് എന്ന് പറയേണ്ടതാണ് ഞാൻ. അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനമില്ല? ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചു. അങ്ങനെ അനന്തുവിൻ്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ. ഇനി നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മൊമെൻറ്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇൻറ്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാലോ. അതിന് ഈ മേലങ്കി അണിഞ്ഞ് ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണം. ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ്, നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ്, എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടോ, കൈരളി ചാനൽ ഇതിലും മാന്യതയോടുകൂടെ പെരുമാറി. സത്യത്തിൽ ഈവൻ CPM ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം, അവർ പറഞ്ഞത് മാത്യു കുഴൽനാടൻ MLA-യും MP-യും ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവർ പറഞ്ഞോളൂ. അവർക്കൊരു മാന്യതയുണ്ട്. CPM നടത്തിയ പ്രതികരണം, അവരെന്നെ രാഷ്ട്രീയ എതിരാളികളെ പറയാൻ. ഈ റിപ്പോർട്ട് ഒരു ചാനലിൻ്റെ പേരും ഒരു ഒരു ആങ്കറിൻ്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി. യുവർ ഇൻട്രസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും. എങ്ങനെയാണ് പത്രങ്ങളെ ജനം വിശ്വസിക്കുക? എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക? നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനൽ ആസച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഈ മൊമെൻറ്റിൽ മാത്യു കുഴൽനാടനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനന്തുവിൻ്റെ ഉണ്ടായിട്ടൊന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും, നോ ഡൗട്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് ഞങ്ങളെപ്പോലുള്ളവരുടെ
ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇൻറ്റഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിൻ്റെ സുതാര്യത സത്യസന്ധതയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇതെനിക്ക് പറയാനുള്ളത്. പക്ഷേ ഐ എം സോറി ഇഫ് ഐ എം യൂസിങ് ഹാർഷ് വേർഡ്സ്. പക്ഷേ ഞാൻ പറയുന്നത് ഐ എം കോഷനിങ് യു ഓൾ. മാത്യു കുഴൽനാടൻ എം.എൽ.എ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 7 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളത് നുണയാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ പറഞ്ഞത്. അങ്ങനെ ഒരു മൊഴിയേ ഇല്ല എന്നാണ് എം.എൽ.എ പറയുന്നത്.